2000-ന് ശേഷം ജനിച്ച കുട്ടികളെല്ലാം ടെക്നോളജിക്കൽ ഏജിലേക്ക് പിറന്നു വീണവരാണെന്ന് പറയാം. അത് ഒത്തിരി കുട്ടികളിൽ ഇപ്പോൾ മാനസികമായ ഒത്തിരി പ്രശ്നങ്ങൾ 18-നും 24-നും ഇടയ്ക്കുള്ള മാനസികാരോഗ്യ വിദഗ്ധന്മാരെ അപഗ്രഥനം ചെയ്യുമ്പോൾ അവർക്ക് മാനസികമായ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ഒരു ഫാസ്റ്റ് ജനറേഷൻ എന്ന് നമുക്ക് പറയാം. ടെക്നോളജിക്കലി 2000-ന് മുമ്പ് വരെ ഒരു ലാൻഡ് ഫോണോ ഒന്നും തന്നെ അവൈലബിൾ ഇല്ലാതിരുന്ന, ലാൻഡ് ഫോൺ പോലും അവൈലബിൾ ആയിരുന്ന ഒരു തലമുറയിൽ നിന്ന് നമ്മൾ വന്നപ്പോഴത്തേക്ക് ഫാസ്റ്റ് ജനറേഷൻ, ആദ്യം ഒരു പേജർ വന്നു, പിന്നെ മൊബൈൽ ഫോൺ വന്നു, പിന്നെ അതിൻ്റെ പല ജനറേഷൻസ് വന്നു, ലാപ്ടോപ്പ്, ഇങ്ങനെ പല ടെക്നോളജിക്കൽ ഇന്നോവേഷൻ, ടെക്നോളജിക്കൽ ഏജിലേക്ക് പിറന്നു വീണ പിള്ളേരെന്ന് പറയുമ്പോൾ അവർക്ക് ഫാസ്റ്റായിട്ട് അവരുടെ ബ്രെയിൻ വർക്ക് ചെയ്ത് തുടങ്ങി എന്ന് വേണം നമുക്ക് പറയാൻ പറ്റും. നമ്മുടെ നമ്മുടെ ശരീരവും ബ്രെയിനും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ലോ പേസിൽ വർക്ക് ചെയ്യാനുള്ള ഒരു സംഭവമായിരുന്നു. നമ്മൾ വളരെയധികം കാട്ടിലൊക്കെ ജീവിച്ച മനുഷ്യരായിരുന്നപ്പോൾ നമ്മൾ പലപ്പോഴും വേട്ടയാടി കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റ് ചെയ്തു, പിന്നെ എപ്പോഴും ഉണർന്നിരിക്കുന്ന ആ ഒരു ജനതയിൽ നിന്നൊക്കെ മാറി നമ്മൾ ഒരു സ്ലോ പേസിൽ പോയിക്കൊണ്ടിരുന്നു. പലപ്പോഴും ഒരു കത്തയച്ചു ഒക്കെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഇമെയിലിലേക്കും അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ ഫാസ്റ്റ് ഫേസുകളിലേക്കൊക്കെ നമ്മൾ ചെയ്തു. ഒരു ഇമെയിൽ വന്നാൽ ഉടനെ മറുപടി കൊടുക്കണം, വാട്സാപ്പിൽ കൂടെ ഒരു സംഭവം വന്നാൽ ഉടനെ മറുപടി കൊടുക്കണം. ഈ ഒരു ജനറേഷൻ അതിലോട്ട് പിറന്നു വിടവരാണ് 18 മുതൽ 24 വയസ്സുള്ള കുട്ടികൾ. അവർക്ക് ഒത്തിരി മാനസിക പ്രശ്നങ്ങൾ ഇപ്പോൾ ഉണ്ടെന്നാണ്. അവർ പലപ്പോഴും നമ്മൾ ചക്കയും മാങ്ങയും മറിഞ്ഞ് സ്കൂളിലേക്ക് ഒരു ഗ്രൂപ്പായിട്ട് പോരുന്നതെന്ന് മാറി അടച്ച് കിട്ടിയ ഒരു സ്കൂൾ വാനിൽ അവർ സഞ്ചരിക്കുന്നു. അതുപോലെ തന്നെ അവർക്ക് ബ്രോയിലർ കുഞ്ഞുങ്ങളെ പോലെ വളർത്തുന്നു, ട്യൂഷന് വിടുന്നു. അവർക്ക് ഒരുപാട് ഇൻട്രാക്ഷൻ, 1-2 കുഞ്ഞുങ്ങൾ മാത്രമേ ഫാമിലിയുള്ളൂ, ഇൻട്രാക്ഷനുള്ള അവസരം കുറവാണ്, ജോയിൻറ്റ് ഫാമിലി എന്ന് മാറിപ്പോയി. ഇങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങൾ. അത് കാരണം ഇവർക്ക് മാനസികമായ ഒത്തിരി ടെൻഷൻസും പിരിമുറുക്കും ഉണ്ട്. അവർ മൊബൈൽ ഫോണിലും ഒക്കെ ഹോയ് ജനറേഷൻ ആണെന്ന് പറഞ്ഞാലും ഒത്തിരി മാനസിക പ്രശ്നങ്ങൾ അവർക്ക് ഉണ്ടെന്നുള്ളതാണ് പറയുന്നത്. അത് ചെറിയൊരു ന്യൂറോസിസ് മുതൽ സൈക്കോസിസ് മുതൽ ഒരുപാട് മാനസിക പ്രശ്നങ്ങൾ അത് അഡ്രസ്സ് ചെയ്യപ്പെടാതെ പോകുന്നു. ഒരു പുതിയ ജനറേഷൻ ഉണ്ട്, അവർ മൊബൈൽ ഫോണിലൊക്കെ മുഴുകി അങ്ങ് ജീവിക്കുന്നു. ഇവർക്ക് അഡ്രസ്സ് ചെയ്യേണ്ട ഒരുപാട് പേര് മാനസികമായ പിരിമുറുക്കത്തിലുള്ളതാണെന്നാണ് പല പഠനങ്ങളും വ്യക്തമാക്കുന്നത്. അവരെ നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും BPD പോലെയോ അല്ലെങ്കിൽ ബൈപ്പോളാർ ഡിസോർഡർ, ഇങ്ങനെയുള്ള ഒത്തിരി ഡിസീസുകൾ ഇവർക്ക് ഉണ്ടാവുന്നുണ്ട്. അതിനെ അറ്റൻറ്റീവായിട്ട് ഇപ്പോൾ പലരും ഒരു സാമ്പിൾ പഠനങ്ങളൊക്കെ നടത്തിയാൽ പലപ്പോഴും ഇവർക്ക് ഒത്തിരി മാനസിക പിരിമുറുക്കമുള്ളതായിട്ടാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ അവർക്ക് കരിയറിനെ കുറിച്ചുള്ള ഒരുപാട് അമിതമായ ഉത്കണ്ഠയുണ്ട്. കരിയർ കൊണ്ട് പഴയ ജനറേഷൻ്റെ പെട്ടെന്ന് ഒരു കരിയറിലേക്ക് ഒന്ന് സെറ്റ് ആവണമെന്ന് ആഗ്രഹമില്ല. അവർക്ക് കുറേ 30 വയസ്സൊക്കെ ആയിട്ട് ജോലി കിട്ടിയാലും മതി, അങ്ങനെ പഴയ ജനറേഷൻ. ഇവർക്കൊക്കെ ഇമ്മീഡിയറ്റ് ആയിട്ട് കോമ്പറ്റീറ്റീവ് വേൾഡിൽ അവർക്ക് അതിൻ്റേതായ ജോബിൻ്റേതായ സ്ട്രെസ്സുകളുണ്ട്. അതിൽ പിയർ പ്രഷർ വളരെ അധികമാണ്. പിയർ പ്രഷറിൽ അവരോട്ട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ നമ്മളെക്കാട്ടിലൊക്കെ ഫാർ ബെറ്ററാണ്. പക്ഷേ പിയർ പ്രഷറിൻ്റെ ഒരുപാട് മാനസിക പിരിമുറുക്കങ്ങൾ, ഇതെല്ലാം ഇവരുടെ മൊത്തം കെമിസ്ട്രി അതിനെ മാറ്റിമറിക്കുന്നുണ്ട്. അവർക്ക് ഒത്തിരി മാനസിക പിരിമുറുക്കങ്ങളുണ്ട്. ഇത് അഡ്രസ്സ് ചെയ്യേണ്ട ഒരു ഇഷ്യൂ ആണെന്നൊക്കെ ഇപ്പോൾ മാനസിക രോഗ വിദഗ്ധന്മാരും കൗൺസിലേഴ്സും ഒക്കെ പറയുന്നു. അതിൻ്റെ ഒരു പിരിമുറുക്കങ്ങളാണ് വീട്ടിലൊക്കെ പ്രശ്നങ്ങളുണ്ടാകുന്നു. ഒരുപാട് ബൈക്ക് ആക്സിഡൻറ്റുകളും ഒരുപാട് അതിൻ്റെ ഫലമായിട്ട് പലതും ഉണ്ടാകുന്നുണ്ട്. പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും